everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 58th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax, and in this lecture, we are going to continue with the same topic, that is advance payment of tax. കഴിഞ്ഞ ലെക്ചറിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹെഡ്സ് ആപ്ലിക്കബിലിറ്റി ഓഫ് അഡ്വാൻസ് ടാക്സ് ലയബിലിറ്റിയും കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സുമായിരുന്നു. ആൻഡ് ഇൻ ദിസ് ലെക്ചർ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡ് payment of advance tax by the assessee of his own account or in pursuance of order of assessing officer, which comes under section 210 of Income Tax Act 1961. Under this head എന്തൊക്കെ provisions ആണ് ഉള്ളത് എന്ന് നോക്കാം. First one, every person who is liable to pay advance tax, whether or not he has been previously assessed by way of regular assessment, shall of his own account pay on or before each of the due dates specified the appropriate percentage specified therein of the advance tax of his current income. അതായത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആകുന്ന എവരി പേഴ്സൺ, ആൻഡ് ഈ പേഴ്സണിനെ റെഗുലർ അസസ്മെൻറ്റിൽ പ്രീവിയസ്ലി അസസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അസസ് ചെയ്തിട്ടില്ലായിരിക്കാം. ആൻഡ് ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിലിറ്റി ഉള്ള പേഴ്സൺ ഓഫ് ഹിസ് ഓൺ അക്കൗണ്ട് സ്വയമേ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അപ്രോപ്രിയേറ്റ് പേഴ്സൻറ്റേജ് അനുസരിച്ച് തൻ്റെ കറണ്ട് ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റ്സിനോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റ്സിന് മുൻപായിട്ടോ പേ ചെയ്യണം. ക്ലിയർ? സെക്കൻഡ് വൺ ഇസ് എ പേഴ്സൺ ഹൂ പേസ് എനി ഇൻസ്റ്റാൾമെൻറ്റ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് അണ്ടർ സബ്സെക്ഷൻ 1 may increase or reduce the amount of advance tax payable in the remaining installment or installments to accord with his estimate of his current income and the advance tax payable thereon. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ സ്വയമേ സ്പെസിഫൈ ചെയ്ത ഡ്യൂ ഡേറ്റ്സിന് മുൻപായിട്ട് നിലവിലുള്ള റേറ്റ്സ് ആ പേഴ്സൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ കറണ്ട് ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുമെന്ന്. ആൻഡ് ഇതിന് പ്രകാരമുള്ള അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ഇൻസ്റ്റാൾമെൻറ്റ്സോ ആയിട്ടാണ് ഒരു പേഴ്സൺ പേ ചെയ്യുന്നത് എങ്കിൽ അത് ഈ പേഴ്സൻ്റെ കറണ്ട് ഇൻകത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ്സിലോ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. ആൻഡ് അവിടെ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിനെയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ഒരു പേഴ്സൺ ഇൻസ്റ്റാൾമെൻറ്റ്സിലോ പേ ചെയ്യുകയാണ് എങ്കിൽ അത് ആ പേഴ്സൻ്റെ കറണ്ട് ഇൻകത്തിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ്സിലോ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. അതുവഴി അവിടെ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിനെയും ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യും. ക്ലിയർ? ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ ഹു ഹാഡ് ഓൾറെഡി ബീൻ അസസ്ഡ് ടു ഇൻകം ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് എനി പ്രീവിയസ് ഇയർ and the assessing officer is of the opinion that such person is liable to pay advance tax, he may at any time during the financial year but not later than the last day of February require such person to pay advance tax calculated in the manner laid down in section 209 and to issue to such person a notice of demand specifying the installment or installments in which such tax is to be paid. അതായത് ഒരു പേഴ്സണിനെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ റെസ്പെക്റ്റിൽ ഓൾറെഡി അസസ് ചെയ്തു. ഹിസ് ഓൾറെഡി അസസ് ടു ഇൻകം ടാക്സ്. ആൻഡ് അസസിങ് ഓഫീസറിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഹീസ് ലയബിൾ ടു പേ അഡ്വാൻസ് ടാക്സ്, ഈ പേഴ്സൺ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ് എങ്കിൽ ദെൻ അസസിങ് ഓഫീസർ ഈ പേഴ്സണിന് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഫെബ്രുവരിയുടെ ലാസ്റ്റ് ഡേ വരെയുള്ള
ടൈം പീരീഡാണുള്ളത്, അത് കഴിഞ്ഞിട്ടല്ല. ഈ ടൈം പീരീഡിൽ സെക്ഷൻ 209 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മാനർ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിന് വേണ്ടി ഒരു നോട്ടീസ് ഓഫ് ഡിമാൻഡ് അസസിങ് ഓഫീസർ ഈ പേഴ്സണിന് ഇഷ്യൂ ചെയ്യും. ആൻഡ് ഈ നോട്ടീസിൽ ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ഇൻസ്റ്റാൾമെൻറ്റ്സോ സ്പെസിഫൈ ചെയ്തിരിക്കും. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ ആ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിൻ്റെ പേരിൽ ഒരു പേഴ്സണിനെ അസസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അസസിങ് ഓഫീസറിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഈ പേഴ്സൺ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ് എങ്കിൽ അസസിങ് ഓഫീസർ ഈ പേഴ്സണിന് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫെബ്രുവരിയിലെ ലാസ്റ്റ് ഡേ വരെയുള്ള ടൈം പീരീഡിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആൻഡ് ഈ നോട്ടീസിൽ ഏതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കും. ആൻഡ് പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 209 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മാനർ പ്രകാരമായിരിക്കും. സെക്ഷൻ 209 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ്. ഓക്കെ, we will discuss the balance portion under advance payment of tax in the next lectures. Thank you.